ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെജിറ്റബിൾ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മഞ്ചൂരിയൻ കറിയാണ്. നമുക്കിത് വെറുതെയും കഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് കുറച്ച് പച്ചക്കറികളാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ ക്യാബേജ് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്കിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ് കൂടി എടുത്തിട്ടുണ്ട്. 2 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതും ചേർക്കാം. കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ്. ഒരു വലിയ സവാളയുടെ പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരല്പം സ്പ്രിംഗ് ഒണിയൻ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് അളവിലാണ് ഞാൻ മൈദാമാവ് എടുത്തിട്ടുള്ളത്. 60 ഗ്രാം മൈദാമാവാണ്. കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ ചോളം മാവ് കൂടി ചേർക്കുകയാണ്, കോൺഫ്ലോർ. അപ്പോൾ നമ്മൾ ഈ ചോളമാവ് ചേർക്കുന്നത് നല്ലൊരു ക്രിസ്പ്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോളമാവ് ചേർക്കുന്നത്. കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചെറുതായിട്ട് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറുതായിട്ട് കുരുമുളക് പൊടിച്ചത് കൂടി ചേർക്കുകയാണ്. ചെറിയ ഒരു നാരങ്ങയുടെ പീസ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീര് തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെയാണ് കുഴച്ചെടുക്കുന്നത്. കാരണം നമ്മുടെ പച്ചക്കറിയിൽ തന്നെ ഒരുപാട് വെള്ളം ഉള്ളതാണ്. അതിൻ്റെ പേരിൽ അത്രയും തന്നെ മതിയാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ബോൾസ് തയ്യാറാക്കുന്ന ടൈമിൽ കയ്യിലെങ്ങാനും ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ പുരട്ടിയതിന് ശേഷം ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്താൽ മതിയാവും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ ഉരുളകളായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഉരുളകളായിട്ടോ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഗ്രേവി ആയിട്ട് വെക്കുന്നതിൻ്റെ പേരിൽ ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് ഇപ്പോൾ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. എന്നാൽ ശരി, ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ കുഴച്ചെടുക്കുന്ന ടൈമിൽ മാവ് കുറവായി പോയാൽ നമ്മളിത് ഓയിലിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ പിരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരല്പം മാവ് കൂടിയാലും പ്രശ്നമില്ല, കുറയാതെ നോക്കിക്കോണം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒന്നാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വലിയ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. ഗ്രേവി തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെയും സവാള ചേർത്തിരുന്നല്ലോ, അപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരുന്നാൽ മതിയാവും. ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്കത് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കുന്നത് മുമ്പ് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതിപ്പോൾ ചെറിയ രീതിയിൽ വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് സോസും മസാലയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഫുള്ള് മുളക് പൊടി നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്നതാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ഫുള്ള് ടൊമാറ്റോ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ്. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ തന്നെ നല്ലൊരു ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയിട്ടും ചെയ്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഗ്രേവി ആയിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഗ്രേവി ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിൻ്റെ പേരിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് എത്രത്തോളം ആവശ്യത്തിന് ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കുകയാണ്. അങ്ങനെ 2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി ഇത് തിളച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇത് നല്ല തിക്കായിട്ട് വരും നമ്മുടെ ഗ്രേവി. കൂടെ തന്നെ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത സോസിനെല്ലാം ഉപ്പ് ഉള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്.
1 ടീസ്പൂൺ അളവിൽ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഷുഗർ ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ പുളിയും എരിവും എല്ലാം നല്ലതുപോലെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 ടീസ്പൂൺ അളവിൽ ഷുഗർ ചേർക്കുന്നത്. ഇത് നല്ലതുപോലെ തിളച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ തിക്കായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇത് ഇത്രയും തന്നെ മതിയാവും. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി നമുക്ക് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ സെർവ് ചെയ്യുന്നതാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ്. വളരെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ മഞ്ചൂരിയനാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഇതുവരെ ഫോളോ ചെയ്യാത്തവർ അതൊന്ന് ഫോളോ ചെയ്തേക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.